സ്നാപയോഹന്നാന്റെ ശിരശ്ഛേദനമാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്തിൽ വായിച്ചു കേൾക്കുന്നത്. ശരിക്കും ഒരു ഹെറോദേസിന് ഈ മനുഷ്യനോടുണ്ടാകുന്ന ചില മനസ്സുകൊണ്ടുണ്ടാകുന്ന അകൽച്ചയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഭയത്തിൽ നിന്നാണ് ഈ മരണം അല്ലെങ്കിൽ ഈ ഒരു ശിരശ്ഛേദനം ഇവിടെ നടക്കാനായിട്ട് കാരണമാവുന്നത്. ഹെറോദേസിന്റെ തെറ്റുകളെ, ഹെറോദിയയുടെ തെറ്റുകളെ ചോദ്യം ചെയ്തതിന്റെ പേരില്, അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരില് നഷ്ടമായത് സ്നാപകൻ യോഹന്നാന് അവന്റെ ശിരസ്സാണ്, അല്ലെങ്കിൽ അവന്റെ ജീവിതമാണ്. ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കേണ്ട രണ്ട് ചിന്തകള്: ഒന്ന്, അപരന്റെ തെറ്റുകളെ തെറ്റെന്ന് പറയാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെന്തിനാ അവരെ വിചാരിക്കണേ, അവൻ എന്തെങ്കിലും ചെയ്തുകൊട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയാണോ നമുക്കുള്ളത്? ഒന്ന്. രണ്ടാമത്തേത്, എൻ്റെ ജീവിതത്തിന്റെ തെറ്റുകളെ തിരുത്തി തരുന്നവനോട് എൻ്റെ മനോഭാവം എന്താണ്? ആ തിരുത്തലിനെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ കഴിയില്ലാണോ, അതോ അവനെതിരെ സംസാരിക്കലാണോ? ഈ രണ്ട് ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. തെറ്റിനോട്, അപരന്റെ തെറ്റുകളോട് ഞാൻ പുലർത്തുന്ന മനോഭാവം, എൻ്റെ തെറ്റുകളെ തിരുത്തുന്നവനോട് ഞാൻ പുലർത്തുന്ന മനോഭാവം കണ്ടെത്താം, ധ്യാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.